അതേസമയം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സന്ദർശനത്തിനായി പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയർ സിമന്റിൽ പുതഞ്ഞതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ വിശദീകരണം തേടും എന്നുള്ളതാണ്. DGPയോടും ചീഫ് സെക്രട്ടറിയോടുമാണ് വിശദീകരണം തേടുക. എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് കേരളം ഉള്ളത്. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ നിലയ്ക്കലിൽ നിന്ന് മാറ്റി പ്രമാടത്തിറക്കാൻ തീരുമാനിച്ചത് അവസാന നിമിഷമാണെന്നും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പകരം ഈ സ്ഥലത്തേക്ക് നിശ്ചയിച്ചിരിക്കുകയായിരുന്നുവെന്നും അതിനുശേഷം റോഡ് മാർഗമുള്ള യാത്രയാണ് പിന്നീട് തീരുമാനിച്ചതുമെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നതോടെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. നിലയ്ക്കലെ ലാൻഡിംഗ് മാറ്റിയതിനാൽ രാവിലെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, സംസ്ഥാന സർക്കാർ പറയുന്നത് തിടുക്കത്തിലുണ്ടായ പ്ലാനിങ്ങിലെ ഒരു ചേഞ്ച് ആണ് ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത്. നിലയ്ക്കലിൽ ആണ് ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പ്രമാടത്തേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ പ്രമാടത്ത് അതിന് വേണ്ട ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. തിടുക്കത്തിൽ അവിടെ ഒരു ഹെലിപാഡ് സജ്ജമാക്കുന്നു. അതിന്റെ കോൺക്രീറ്റ് ഈ മഴയൊക്കെ കാരണം ഉറച്ചില്ല എന്നതാണ് സാഹചര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായത് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും കേന്ദ്രം ഈ വിഷയത്തെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. ഇതൊരു വലിയ സുരക്ഷാ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി രാഷ്ട്രപതി എത്തിയ സമയത്ത് എന്ന തരത്തിൽ തന്നെ അതിനെ വിലയിരുത്തുകയാണല്ലേ? അങ്ങനെയല്ല. അതായത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ് ഈ രാഷ്ട്രപതിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ സുരക്ഷാ ഏജൻസികളുമായും അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത്. അതിനുശേഷമാണ് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്ലാൻ ആയിരുന്നു ഉള്ളത്. അതിൽ ഒന്ന്, നിലയ്ക്കലിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് പമ്പയിലേക്ക് പ്രത്യേക വാഹന വ്യൂഹത്തിൽ രാഷ്ട്രപതിയെ പമ്പയിൽ എത്തിക്കുക, അവിടെ നിന്ന് ഈ കാൽകലികൾ ഒക്കെ നടത്തിയതിനു ശേഷം പിന്നീട് സന്നിധാനത്തേക്ക് പോവുക. മറ്റൊരു പ്ലാൻ, ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവിടെ നിന്ന് തന്നെ റോഡ് മാർഗം പമ്പയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്ലാനും അവർ തയ്യാറാക്കിയിരുന്നു. അങ്ങനെ രണ്ട് പ്ലാൻ തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരുക്കുന്നതിനിടയിലാണ് ഏറ്റവും അവസാനം, അതായത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ പ്ലാനിൽ ഒരു മാറ്റം വരികയും കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം ഒരു നിശ്ചിത വേഗതയിൽ മാത്രമേ റോഡ് മാർഗമാണെങ്കിൽ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ 11:50 മുമ്പ് സന്നിധാനത്തെത്തുക എന്ന് പറയുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നേരിടും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ യാത്ര ഹെലികോപ്റ്റർ മാർഗം തന്നെ ആക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ആദ്യം നിശ്ചയിച്ചിരുന്ന നിലയ്ക്കലിൽ ഈ മഞ്ഞുവീഴ്ച ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം, അങ്ങനെ അത് സുരക്ഷിതമായി അവിടെ സേഫ് ലാൻഡിംഗ് നടത്താൻ കഴിയുമോ എന്നതിൽ ഒരു കൺസേൺ ഉണ്ടാകുകയും പിന്നീട് അത് പ്രമാടത്തെ ഇൻഡോർ ഗ്രൌണ്ടിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യവുമായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി വൈകി മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കുന്നത്. അങ്ങനെയാണ് രാത്രി വൈകിയതിനു ശേഷം അവിടെ ഈ പെട്ടെന്ന് താൽക്കാലികമായൊരു ഹെലിപ്പാഡ് തയ്യാറാക്കുന്നത്. രാഷ്ട്രപതി ഉൾക്കൊള്ളുന്ന ഒരു ഹെലികോപ്റ്റർ, മറ്റ് രണ്ട് സുരക്ഷാ ഹെലികോപ്റ്ററുകൾ, അങ്ങനെ 3 ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാനുള്ള ക്രമീകരണമാണ് അവിടെ സജ്ജമാക്കിയത്. അതിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്ഥലത്ത് തയ്യാറാക്കിയിരുന്ന താൽക്കാലിക കോൺക്രീറ്റ് ഹെലിപ്പാഡ് അവിടെ കൃത്യമായി അതിന് വേണ്ടത്ര ഉറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം ഇന്നലെ വൈകിട്ട് മാത്രമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിയത്. അങ്ങനെയാണ് അതിന്റെ ടയർ അവിടെ സിമന്റിൽ പുതയുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ രാഷ്ട്രപതി സുരക്ഷിതമായി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുകയും ദുർഗാവാഹനത്തിൽ രാഷ്ട്രപതി അവിടെ നിന്ന് പിന്നീട് പമ്പയിലേക്ക് തിരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് പോലീസ്
ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടേക്ക് കൂട്ടമായി എത്തുകയും പിന്നീട് അവിടുന്ന് ഈ സിമന്റിൽ പുതഞ്ഞ വീലുകൾ ഉയർത്തുന്നതിന് വേണ്ടി ഇതിൽ ഹെലികോപ്റ്ററിനെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തത് എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നടക്കം ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതിക്ക് സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലോ രാഷ്ട്രപതിക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ വിശദീകരണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഇതിനോടകം തന്നെ വാക്കാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതി പോലെ രാജ്യത്തിന്റെ പ്രഥമ പൌര സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഔദ്യോഗികമായി പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയോടും അതോടൊപ്പം സംസ്ഥാന പോലീസ് മേധാവിയോടും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിരിക്കുന്നത്. ഇപ്പോൾ ഓറലി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും വിശദീകരണമായി രേഖാമൂലവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സംസ്ഥാനം അറിയിക്കുക. അവിടെ തൃപ്തികരമല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ എന്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരായ ഹൈക്കോടതി